ബീഹാറിൽ വാഹനാപകടത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 7 പേർ മരിച്ചു. കഗരിയയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചാണ് ബീഹാറിൽ അപകടം ഉണ്ടായത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാധാകൃഷ്ണൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ സംഘം കല്യാണ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുകയായിരുന്നു. ആ സംഘത്തിൻ്റെ വാഹനത്തിലാണ് ഈ ട്രാക്ടർ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവത്തിൽ 3 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. ആകെ 7 പേർക്കാണ് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ വലിയ വേഗതയിലായിരുന്നു, 2 വാഹനങ്ങളും വലിയ വേഗതയിലായിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇടിയുടെ ആഘാതത്തിൽ കാറ് റോഡിൽ നിന്ന് തെന്നി പുറത്ത് വീഴുകയും അതൊരു താഴ്ചയിലേക്കാണ് പതിച്ചത്. അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ അവിടെ പോലീസ് അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എല്ലാ നടപടികളും ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു സാധാരണഗതിയിലുള്ള ഒരു കാഴ്ചയാണ് ഈ മേഖലകളിലെല്ലാം വാഹനങ്ങളിലൊക്കെ കയറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. തിങ്ങിയായിരിക്കും ആൾക്കാർ പോകുന്നത്. കാറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയും എത്ര പേരെ ഇരുത്താൻ പറ്റുമോ അത്രയും ആളുകളെ കയറ്റിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് ഈ വാഹനത്തിൻ്റെ യാത്രയ്ക്കും അതിൻ്റെ ഒരു സുഗമം ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കില്ല. ഈ ട്രാക്ടറിലാണെങ്കിൽ പോലും പല ഇടങ്ങളിലും ആളുകൾ യാത്ര ചെയ്യുന്നത് ട്രാക്ടറിൻ്റെ പിറകിൽ നൂറുകണക്കിന് ആളുകളൊക്കെ ചേർന്നാണ്. അത് ഇവിടുത്തെ ഒരു ഉത്തരേന്ത്യയിലെ, പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള സ്ഥലങ്ങളിലെ ഒരു പതിവ് കാഴ്ചയാണ്. അങ്ങനെയുള്ള ഇടങ്ങളിൽ അപകടങ്ങളും പതിവാണ്. അതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു അപകടം ഈ സമീപ ദിവസങ്ങളിൽ ഉണ്ടായതായി മാറുന്നു, ഈ 7 പേരുടെ മരണം ഉണ്ടായ സാഹചര്യത്തിൽ. ഓക്കെ, രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു രാധാകൃഷ്ണൻ.